പിയുടെ നിലപാട് അങ്ങനെയാണ്. അതേസമയം ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറയുന്ന CPM-ഉം ഇടതു നേതൃത്വവും മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുമായി തെരഞ്ഞെടുപ്പ് ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ് പ്രതിപക്ഷ ആരോപണം. കോൺഗ്രസും UDF നേതാക്കളും ഈ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കെ ജമാഅത്തെ ഇസ്ലാമിയുമായി വോട്ട് ചർച്ച നടത്തിയിട്ടുണ്ടെന്ന സംഘടനാ തലവന്റെ വാദമാണ് ഈ ഘട്ടത്തിൽ വീണ്ടും ചർച്ചയാവുന്നത്. 2011-ൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ചായിരുന്നു അന്ന് കൂടിക്കാഴ്ച നടത്തിയത് എന്ന് ജമാഅത്തെ ഇസ്ലാമി അമീർ മുജീബ് റഹ്മാൻ ന്യൂസ് 18 പറഞ്ഞു. പിന്തുണ പ്രഖ്യാപനം ഏകപക്ഷീയമായിരുന്നോ അതോ തമ്മിൽ ചർച്ച ചെയ്തിട്ടാണോ? CPM നേതാക്കൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നോ, നിങ്ങൾ അങ്ങോട്ട് പോയോ? രണ്ടു കൂട്ടരും പരസ്പര സൗകര്യമുള്ള സംവിധാനം ഉപയോഗപ്പെടുത്തി ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തതിന് ശേഷമാണ് പിന്തുണ കൊടുത്തത്. CPM-ന് മാത്രമല്ല, ഇരു മുന്നണികൾക്കും ജമാഅത്തെ ഇസ്ലാമി നാളിതുവരെ പിന്തുണ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തെളിവുണ്ടോ? തെളിവുകളുണ്ട്. ഞാൻ കോൺഫിഡൻഷ്യലി നടന്ന ചർച്ചകൾ ഒരു ഉത്തരവാദപ്പെട്ട ഒരു സംഘടന എന്നുള്ള അർത്ഥത്തിൽ എല്ലാം വെളിപ്പെടുത്തുന്നതിനൊരു പരിമിതിയുണ്ട്. ഒരൊറ്റ വിഷയം മാത്രം ഞാൻ പറയാം. 2011-ലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നത് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലാണ്. ചർച്ചയിൽ പങ്കെടുത്തത് അന്നത്തെ ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ T. ആരിഫ് അലിയാണ്. മറുഭാഗത്ത് നിന്ന് പങ്കെടുത്തത് പാർട്ടി സെക്രട്ടറി ശ്രീ പിണറായി വിജയനാണ്. ഇതേ പിണറായി വിജയൻ പക്ഷേ 2013-ൽ നിങ്ങൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനം നടത്തുന്നതിൻ്റെ വീഡിയോ ക്ലിപ്പിങ്ങുകളും പുറത്തുണ്ട്. ഇതിലേത് പിണറായിയാണ് ശരി? രാഷ്ട്രീയ ചരിത്രത്തിൽ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു വിഭാഗം എപ്പോഴെങ്കിലും പറയുന്നു എന്നുള്ളത് നമ്മുടെ ഒരു പ്രശ്നമല്ല. പക്ഷേ പറയുന്നതിൻ്റെ കാരണമാണ് പ്രധാനമെന്ന് പറയുന്നത്. പിന്തുണക്കുന്ന ഘട്ടത്തിൽ അവർക്കിത് പറയാലോ, പിന്തുണക്കാത്ത ഘട്ടത്തിലല്ലല്ലോ പറയേണ്ടത്. അതേസമയം ജമാഅത്തെ ഇസ്ലാമി UDF സഹകരണത്തിനെതിരെ അതിശക്തമായ വിമർശനമാണ് ഇടതു നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. രാവിലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാക്കുകളും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. വർഗീയ ശക്തികളുമായി കൂട്ടുചേർന്ന് എങ്ങനെയും വിജയിക്കാനാണ് UDF ശ്രമിക്കുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. നിലമ്പൂരിൽ രാഷ്ട്രീയ പോരാട്ടമാണ് ഇടതുമുന്നണി നടത്തുന്നതെന്നും MV ഗോവിന്ദൻ ന്യൂസ് 18 പറഞ്ഞു. വെൽഫെയർ പാർട്ടി പരസ്യമായിട്ടുള്ള പിന്തുണ UDF-ന് നൽകുകയാണ്. അത് അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ LDF സർക്കാരിനെതിരെയുള്ള ഒരു വികാരമുണ്ട്, അതുകൊണ്ട് അത് UDF-ന് അനുകൂലമായി അത് വോട്ടാക്കണം എന്നുള്ളതാണ്. എന്താണ് അതിനുള്ള പ്രതികരണം? അത് ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ട് അതിനെ കാണേണ്ട കാര്യമില്ല. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും 17 ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടിലും 17-18 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ UDF-ൻ്റെ ഏറ്റവും പ്രമുഖമായ സഖ്യകക്ഷിയെപ്പോലെയാണ് ജമാഅത്തെ ഇസ്ലാമിയും SDP-യും പ്രവർത്തിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് തുടരുന്നത്. ഇവിടെയും അതുതന്നെയാണ് ഇപ്പോൾ കാണാൻ കഴിഞ്ഞത്. ഞാനത് മുൻകൂട്ടി തന്നെ പറഞ്ഞ കാര്യമാണ്. മറവിൽ സഖ്യം പോലെ ഒരു സഖ്യം രൂപപ്പെടുകയാണ്. എല്ലാ വർഗീയ ശക്തിയും, ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും എല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു അന്തർധാര പോലെ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഇടതുപക്ഷ ജനാധിപത്യ വിരുദ്ധ നിലപാടടിസ്ഥാനപ്പെടുത്തി UDF-ന് അനുകൂലമായിട്ട് നിൽക്കുന്നു എന്ന് മാത്രമല്ല അതിൻ്റെ സഖ്യകക്ഷിയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ മുൻപ് LDF-ഉം സ്വീകരിച്ചിട്ടുള്ളതല്ലേ? വെൽഫെയർ പാർട്ടി തൊട്ടുകൂടാത്ത പാർട്ടി എന്നുള്ളതുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ഈ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് സഹകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന നില ഉണ്ടായിട്ടേ ഇല്ല. അവർ അന്ന് ഞങ്ങൾ ഓരോ മണ്ഡലം നോക്കിയിട്ടാണ് സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചില മണ്ഡലം പ്രഖ്യാപിക്കാറുണ്ട്. ആ പ്രഖ്യാപിക്കുന്നത് അവരുടെ താല്പര്യം വെച്ചുകൊണ്ട് മാത്രമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമിൻ്റെ നിലപാടുകൾക്കെതിരായ സമീപനം തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചത്. ഇവിടെയും വെൽഫെയർ പാർട്ടി UDF-ന് ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്തതാണ്, അല്ലാതെ UDF അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെടേണ്ട കാര്യമില്ല, ആവശ്യപ്പെടാണ്ട് തന്നെയാണ് നൽകുന്നത്. ഇത് തന്നെയല്ലേ അന്തർധാര ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർ യോജിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് ശരിയാണ് എന്ന് കൂടുതൽ ബോധ്യപ്പെടുകയാണ്. അത്രയേ ഉള്ളൂ. ഈ ജമാഅത്തെ ഇസ്ലാമിയും UDF-ഉം തമ്മിലുള്ള സഹകരണത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി M. സ്വരാജും ശക്തമായി എതിർക്കുകയാണ്. ഇത്തരം ഘട്ടങ്ങളിൽ ചേരേണ്ടവർ തമ്മിൽ തന്നെയാണ് ചേരുക. ജമാഅത്തെ ഇസ്ലാമി ആര്യാടൻ എതിർത്ത പ്രസ്ഥാനമാണ് എന്ന കാര്യവും M. സ്വരാജ് ഓർമ്മപ്പെടുത്തുന്നു. അല്ല, അതിൽ പുതുമയില്ല. ഞാൻ ഇന്നലെ തന്നെ ആരോടോ പ്രതികരിച്ചിരുന്നു. അതൊരു പുതിയ കാര്യമല്ല. ഇപ്പൊ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും UDF-ലെ ഒരു ഘടകകക്ഷിയെ പോലെ, ഒരു അപ്രഖ്യാപിത ഘടകകക്ഷിയെ പോലെ പ്രവർത്തിച്ചവരാണ് നിങ്ങൾ ഈ പറഞ്ഞ വിഭാഗം. അവരുടെ പിന്തുണ UDF-നായിരുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അത് ആവർത്തിച്ചു എന്നേ നമ്മൾ കണക്കാക്കേണ്ടതായിട്ടുള്ളൂ. അതിന് പ്രത്യേക പ്രാധാന്യമൊന്നുമില്ല. അത്തരം ശക്തികൾക്കെതിരെ വളരെ ഉറച്ചൊരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായിരുന്നാലും
മറ്റൊരു സാധ്യത അവിടെ ഇല്ലല്ലോ. അപ്പോൾ മാത്രമല്ല ഇത്തരം ഘട്ടങ്ങളിലെല്ലാം ചേരേണ്ടവർ തമ്മിൽ തന്നെയാണ് ചേരുക. അതിൽ ഒരു പ്രത്യേക പ്രാധാന്യമൊന്നും ഞാൻ കാണുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ നിലപാട് അവർ ആവർത്തിക്കുകയാണ് ചെയ്തത്. ആ നിലപാടിനെ കേരളം തള്ളിക്കളഞ്ഞതാണ്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കൊക്കെ അനുഭവപ്പെട്ടതുമാണ്. അതിൽ പ്രത്യേകിച്ചൊന്നും ഒരു അഭിപ്രായം ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം വളരെ ശക്തമായ ഒരു നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിച്ചിരുന്നു. അത് പൊതുവെ ഇവിടെ മറ്റുള്ളവരും, അദ്ദേഹം മാത്രമല്ല മറ്റ് പ്രധാന നേതാക്കന്മാരും ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ തന്നെയാണ് അത് വിശദീകരിക്കേണ്ടത്. ഞാൻ അതിനെ ഒരു വലിയ കാര്യമായിട്ട് കണക്കാക്കി ഒരു ആരോപണം ഉന്നയിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് വിശദീകരിക്കേണ്ടതായി വരും അവരുടെ പ്രവർത്തകരോട്, അവരുടെ അണികളോട്. അത് അവരുടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് അത് ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കതിൽ പ്രത്യേകിച്ച് അവരോട് ചോദ്യം ചോദിക്കാനോ വിശദീകരണം ആവശ്യപ്പെടാനോ ഒന്നുമില്ല. ഇതിൽ അപ്രതീക്ഷിതമായ ഒന്നുമില്ല താനും. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചതുകൊണ്ട് അത് തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നില്ല. ജനങ്ങൾ മതനിരപേക്ഷ നിലപാടിനോടൊപ്പം നിൽക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പാണ്. മഴവിൽ സഖ്യമെന്ന എം വി ഗോവിന്ദന്റെ ആരോപണത്തിന് നേതാക്കൾ മറുപടി പറയുമെന്നാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രതികരണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ പോരാട്ടമാണ് നടക്കുന്നത്. അതിനാൽ പരമാവധി പേരുടെ പിന്തുണ തേടുമെന്നാണ് ഷൗക്കത്തിന്റെ വാക്കുകൾ. ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDFന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു പ്രതികരണം ഒന്നും പറഞ്ഞില്ല. അത് പ്രതികരിക്കേണ്ട സംഗതി കാര്യമില്ലല്ലോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ 9 വർഷത്തെ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെയുള്ള, അതേപോലെ തന്നെ ദേശീയ തലത്തിൽ ഫാസിസത്തിനെതിരെയുള്ള ഒരു വലിയ പോരാട്ടം നടക്കുക. അതിന്റെ ഭാഗമായിട്ട് പരമാവധി ആളുകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുള്ള ഒരു സംഗതി. എം വി ഗോവിന്ദൻ പറയുന്നത് ഒരു മഴവിൽ സഖ്യമായി മാറിയിരിക്കുന്നതെന്നാണ്. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അത് എന്റെ നേതാക്കന്മാർ ആ കാര്യത്തെക്കുറിച്ച് പറയും. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന 9 വർഷത്തെ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെയുള്ള ഒരു വലിയ പോരാട്ടം നടക്കുകയാണ്. അപ്പൊ അതില് പരമാവധി ആളുകളെ പിന്തുണ സ്വീകരിക്കുക. ഈ ജമാഅത്തെ ഇസ്ലാമി UDF സഹകരണം ചൂണ്ടിക്കാട്ടുന്ന CPMനെതിരെ UDF നേതാക്കൾ രംഗത്ത് വരികയാണ്. ആരെങ്കിലും UDFനെ പിന്തുണച്ചു എന്ന് പ്രചരണം നടത്തിയിട്ട് കാര്യമില്ലെന്നാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ. സർക്കാരിനെതിരായ വിധിയെഴുത്തായിരിക്കും നിലമ്പൂരിൽ നടക്കുകയെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. എല്ലാ വർഗീയ ശക്തികളും കാലം ഇത്രയും ഇടതുപക്ഷത്തിന്റെ ഒപ്പമായിരുന്നു. ഓരോ ചെറിയ പാർട്ടികൾ അവരുടേതായ നിലക്ക് ഓരോ പിന്തുണ പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. വെൽഫെയർ ഇങ്ങോട്ട്, PDP അങ്ങോട്ട്. മനസ്സിലായില്ലേ? അതവർ മറച്ചു വെക്കുകയാണ്. PDP അങ്ങോട്ട്, PDP സ്ഥിരമായി അവരുടെ കൂടെയാണ് എന്നുള്ളത് പറഞ്ഞത് കറക്റ്റാണ്. അപ്പൊ ഈ വെൽഫെയർ കുറെ കാലം അവരുടെ കൂടെ ആയിരുന്നു, ഇപ്പൊ വിട്ടതാണ്. ആ ഒരു വ്യത്യാസമുണ്ട്, ആ വ്യത്യാസമേ ഉള്ളൂ. ഓരോ പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിക്കുന്നത് അത് UDFന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയോ പോളിസിയോ ഒന്നും ബാധിക്കാൻ പോണില്ല. വെൽഫെയർ ഇങ്ങോട്ട്, PDP അങ്ങോട്ട്, ഇനി പലതും വരും. അത് വേറെ കാര്യം. UDF മുന്നണിയായിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത്. പുറത്തുനിന്ന് ആര് പിന്തുണ പ്രഖ്യാപിച്ചാലും അത് അവരുടേതായ കാരണത്താലാണ്. അതിന് ഞങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യതയില്ല. ഇടതുപക്ഷം തയ്യാറുണ്ടോ എന്നുള്ള തിരിച്ചു ചോദ്യമാണ്. കാരണം അങ്ങോട്ട് വെൽഫെയറിന്റെ ചരിത്രം ഒന്നും പറയേണ്ട ഒരു സമയം പറയേണ്ട, അതിനുവേണ്ടി സമയം ചെലവാക്കേണ്ട കാര്യമില്ല. അപ്പൊ PDP അങ്ങോട്ട്, വെൽഫെയർ ഇങ്ങോട്ട്, അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഏശാത്ത കാര്യങ്ങളാണ്. അതും പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല.